ഹലോ ഫ്രണ്ട്സ്, വൈറ്റ് ബോർഡ് സ്റ്റോറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് പുതിയ ഇംഗ്ലീഷ് ചിത്രമായ ജോക്കറിലേക്കാണ്. അപ്പോൾ ജോക്കറിൻ്റെ ഫസ്റ്റ് പാർട്ട് കുറച്ച് നാൾ മുമ്പ് തിയേറ്ററിൽ വരികയും വലിയ സക്സസ് ആയിരുന്നു. തിയേറ്ററിൽ ബോക്സ് ഓഫീസ് സീറ്റിൽ ഏതാണ്ട് $1 ബില്യൺ സിനിമ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ക്രിട്ടിക്സ് അഭിപ്രായം ഭയങ്കരമായിരുന്നു. ബെസ്റ്റ് ഓസ്കാർ ബെസ്റ്റ് ആക്ടർ അവാർഡ് ജാക്കൻ ഫിനിക്സിന് കിട്ടിയ സിനിമയായിരുന്നു ജോക്കറിൻ്റെ ഫസ്റ്റ് ജോക്കർ 1. അപ്പോൾ ജോക്കർ 1ൻ്റെ കഥ എവിടെ നിർത്തിയോ അവിടെ നിന്ന് തന്നെയാണ് ജോക്കർ 2ൻ്റെ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ മർഡറുടെയൊക്കെ ഒരു ട്രയൽ സിറ്റുവേഷനിലാണ് ജോക്കർ ഇപ്പോൾ ഗോതം കോർട്ടിൽ. അപ്പോൾ അവിടെ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പിന്നെ കാമുകയായ ഹാർലി ക്വിൻ ആ ക്യാരക്ടർ പ്ലേ ചെയ്തിരിക്കുന്നത് ലേഡി ഗാഗ എന്ന് പറഞ്ഞ പോപ്പ് സ്റ്റാറാണ്. ലേഡി ഗാഗയെ കണ്ടെത്തുന്നതും തുടർന്നുണ്ടാകുന്ന സംഭവവികാസങ്ങളുമൊക്കെയാണ് ഈ സിനിമയുടെ ഒരു കഥ എന്ന് പറഞ്ഞാൽ. അപ്പോൾ സാധാരണ സൂപ്പർ ഹീറോ സിനിമകളിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് ഈ ജോക്കറിൻ്റെ ഈ ജോക്കർ 1ഉം ജോക്കർ 2ഉം. ടോഡ് ഫിലിപ്സ് ആണ് ഇതിൻ്റെ ഡയറക്ഷൻ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. വളരെ ഫ്രജൈലായിട്ടുള്ള ഹ്യൂമൻ മൈൻഡും ഹ്യൂമൻ ബിഹേവിയറിലൊക്കെ ഉള്ള ഒരു ഡീപ്പ് ഡൈവ് ആണ് ഈ സിനിമ എന്ന് പറയുന്നത്. സാധാരണ ഒരു ആക്ഷൻ ഹീറോ പടങ്ങും പോലെ ഭയങ്കരമായ ഡയലോഗ്സ്, പഞ്ച് ലൈൻസ് അല്ലെങ്കിൽ കട്ട ആക്ഷൻ അങ്ങനെയൊന്നുമുള്ള ഒരു സംഭവമല്ല. അതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ ജാക്കൻ ഫിനിക്സിൻ്റെ പെർഫോമൻസ് തന്നെ ഗംഭീരം പെർഫോമൻസ് ആയിരുന്നു. അപ്പം അത്തരത്തിൽ പെർഫോമൻസ് ഓറിയൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ഓറിയൻ്റ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റും പ്രസൻറ്റേഷനും ഒക്കെ ഉള്ള സിനിമയാണ് ഈ ജോക്കർ. എൻ്റെ 2 പാർട്ടും. അപ്പോൾ ഈ ജോക്കർ സെക്കൻഡ് പാർട്ട് വരുമ്പോഴത്തേക്കും ഈ സെക്കൻഡ് പാർട്ടിൽ ഗംഭീരമായ പെർഫോമൻസ് ആണ് ഇതിൻ്റെ ലീഡ് ആക്ടേഴ്സ് ആയിട്ടുള്ള ജാക്കൻ ഫിനിക്സും ലേഡി ഗാഗയും കാഴ്ചവെച്ചിരിക്കുന്നത്. സംശയമില്ല. അതിൽ ജാക്കൻ ഫിനിക്സിൻ്റെ പെർഫോമൻസ് ഭയങ്കരമാണ്. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസാണ് പുള്ളി ഈ പടത്തിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. പക്ഷേ ആ പെർഫോമൻസുകൾക്ക് അപ്പുറം ഈ സിനിമയിൽ കാര്യമായ ഒന്നും തന്നെ ഇല്ല. അതാണ് ഇതിൻ്റെ അതൊരു ഭയങ്കരമായ ഒരു ഹോളോ നമുക്ക് ഫീൽ ചെയ്യും. അതായത് ഈ സിനിമയിൽ എന്തെങ്കിലും ഒരു സംഭവം നടന്നിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒരു സ്ക്രിപ്റ്റിൽ കുറച്ചും കൂടെ ബലം ഉണ്ടാകുമായിരുന്നു എന്ന് എനിക്ക് തോന്നിയായിരുന്നു. അതായത് നമ്മൾ സാധാരണ ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ കയറി ഒരു ഇംഗ്ലീഷ് പടം കാണാം എന്ന് വിചാരിച്ച് കയറുന്ന ഓഡിയൻസിന് ഭയങ്കരമായ നിരാശയായിരിക്കും. ചിലപ്പോൾ ഉറങ്ങി വരെ പോകും. അങ്ങനെയുള്ള ഒരു സിനിമയാണിത്. പിന്നെ DC ഫാൻസ്, ജോക്കർ ഫാൻസ്, ഞാനൊരു DC കോമിക്സ് ഫാനാണ്. അപ്പം അവർക്കൊക്കെ നമുക്ക് കണ്ടിരിക്കാമൊക്കെ ജോക്കറിൻ്റെ ചെറിയ ചെറിയ മൂവ്മെൻറ്റ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് എന്തൊക്കെ ന്യൂആൻസസ് ഉണ്ട്, ഇതൊക്കെ നമുക്ക് നോക്കിയിരിക്കാം. പക്ഷേ അതിനുമപ്പുറം ഒരു സാധാരണ ഓഡിയൻസ് എന്നുള്ള നിലയ്ക്ക് ഭയങ്കരമായ നിരാശയാണ് എനിക്ക് ഈ സിനിമ സമ്മാനിച്ചത്. ഇതിൻ്റെ ക്ലൈമാക്സിലോട്ട് അടുക്കുമ്പോൾ മാത്രമാണ് എന്തെങ്കിലുമൊക്കെ ചലനം ശരിക്കും സ്ക്രീനിലുണ്ടാവുന്നത്. അതുവരെ വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു സിനിമയാണ്. പിന്നെ കളർ ഗ്രേഡിങ് ഗംഭീരം കളർ ഗ്രേഡിങ് ആണ്. ചില സീൻസൊക്കെ ഒരു രക്ഷയില്ലാത്ത കളർ ഗ്രേഡിംഗ് ആണ്. ഒരു സീനിൽ ഈ ലേഡി ഗാഗയും ജോക്കറും കൂടെ വന്നൊരു പാട്ടൊക്കെ പാടുന്ന ഒരു വിഷ്വലുണ്ട് സിനിമയിൽ. ഭയങ്കരമായ കളർ ടോണിംഗ് ഒക്കെയാണ് ഇതിന് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റിൽ, ടെക്നിക്കൽ ആസ്പെക്റ്റിലൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലീഡ് കാസ്റ്റിൻ്റെ പെർഫോമൻസും ഗംഭീരമായ പെർഫോമൻസാണ്. പക്ഷേ സ്ക്രിപ്റ്റ് വൈസ് കുറച്ചും കൂടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവരാമായിരുന്നു. ഈവൻ ദോ ജോക്കർ, നമ്മൾ ഇതുവരെ കാണാത്ത ജോക്കറിൻ്റെ ഒരു ഫേസ് നമുക്ക് മുന്നിലേക്ക് വയ്ക്കുകയാണ് ടോഡ് ഫിലിപ്സ് ഈ 2 സിനിമകളിലൂടെയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ക്രിട്ടിക്സിൻ്റെ അഭിപ്രായത്തിൽ തന്നെ വളരെ ഡിവൈഡഡ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയനാണ് വന്നിരിക്കുന്നത്. ചിലർ പറയുന്നത് ഭയങ്കരമായ സിനിമയാണ്, അപ്പോൾ ചിലർ പറയുന്നത് ഭയങ്കര മോശമാണെന്ന്. അപ്പോൾ എനിക്ക് തോന്നിയത് ആസ് എൻ ആക്ടേഴ്സ് നമുക്ക് അവരുടെ പെർഫോമൻസ് കാണാം, അതിന് വേണ്ടിയിട്ട് സിനിമ കാണാം. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഈ സിനിമ ഒരു ഭയങ്കരമായ എൻജോയബിൾ എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ നിങ്ങളൊരു ഇംഗ്ലീഷ് സിനിമ തിയേറ്ററിൽ പോയി കാണണം, 200 രൂപ ടിക്കറ്റ് എടുത്ത് കാണണമെങ്കിൽ ഞാനിത് റെക്കമെൻഡ് ചെയ്യില്ല. അതിനെ പറ്റിയപ്പോൾ ഒരു ആക്ഷൻ, ഒരു എന്തെങ്കിലും ഹാപ്പനിങ് ആയിട്ടുള്ളൊരു സിനിമയല്ല. പക്ഷേ നിങ്ങളൊരു DC ഫാനാണ്, ജോക്കർ ഫാനാണ്, ആ ജാക്കൻ ഫിനിക്സിൻ്റെ ആ ഒരു പെർഫോമൻസും ഒക്കെ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും സിനിമ തിയേറ്ററിൽ പോയി കാണുക. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിരിക്കും.